All of you welcome. Today let's discuss about regulatory affairs, which is an important topic in industrial pharmacy unit 3. So regulatory affairs എന്തൊക്കെയാണ് കണ്ടന്റ്സ് നമുക്ക് കവർ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് റെഗുലേറ്ററി അഫയേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, ദെൻ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ്, then regulatory authorities, then role of regulatory affairs departments and responsibility of regulatory affairs professional. ഇത്രയും കണ്ടന്റ്സ് ആണ് നമുക്ക് സിലബസിൽ റെഗുലേറ്ററി അഫയേഴ്സിൻ്റെ അണ്ടറിൽ കവർ ചെയ്യാനുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ റെഗുലേറ്ററി അഫയേഴ്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇറ്റ് ആക്ട് ആസ് ആൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആൻഡ് ദി ഗവൺമെൻറ് റെഗുലേറ്ററി അതോറിറ്റീസ്. അതായത് മെഡിസിനൽ ഇപ്പം ഏതെങ്കിലും ഒരു ഡ്രഗോ അല്ലെങ്കിൽ മെഡിസിനൊക്കെ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ സേഫ്റ്റി, ക്വാളിറ്റി, എഫിക്കസി എല്ലാം ചെക്ക് ചെയ്യുന്നത് ആരാണോ അവനാണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളാണ് എന്ത്, FDA, അതേപോലെ ഇന്ത്യൻ്റെ. ഇപ്പോൾ FDA എന്ന് പറയുന്നത് US-ൻ്റെ റെഗുലേറ്ററി അഫയേഴ്സിൽ വരുന്നതാണ്. അതേപോലെ ഇന്ത്യയിൽ ഉള്ളതാണ് CDSCO. ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റീസ് അല്ലെങ്കിൽ അഫയേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഇനി എന്താണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെഗുലേറ്ററി അഫയേഴ്സ് ഈസ് എ പ്രൊഫഷൻ വിച്ച് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ് അക്രോസ് ദി വേൾഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും റെഗുലേറ്ററി അതോറിറ്റീസും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ഉണ്ടാവും. ആ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ നടത്തിയ ഡ്രഗിനെ എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഉണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വേൾഡിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് റെഗുലേറ്ററി അതോറിറ്റീസാണ്. സോ ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ രജിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് പ്രൊഡക്റ്റ് in respective countries prior to their marketing. ഈ റെഗുലേറ്ററി അതോറിറ്റീസ് എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിൽ ഇറങ്ങുന്നതിന് മുന്നേ, വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നതിന് മുന്നേ ഓരോ കൺട്രീസിലുള്ള ഡ്രഗ് പ്രോഡക്റ്റിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് ആരാണ്, റെഗുലേറ്ററി അതോറിറ്റീസ് ആണ്. ആൻഡ് ദി കറന്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈസ് വെൽ ഓർഗനൈസ്ഡ്, സിസ്റ്റമാറ്റിക് ആൻഡ് കംപ്ലൈൻറ്റ് to international regulatory standards for manufacturing of chemical and biological drugs for human and veterinary consumption, as well as medical devices, traditional herbal products and cosmetics. അപ്പം നിലവിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് കംപ്ലൈ ചെയ്തു പോകുന്നതാണ് എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസും. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഹ്യൂമൻസിന് വേണ്ടി മാത്രമല്ല, ഹ്യൂമൻസിന് അതേപോലെ തന്നെ വെറ്റിനറി കൺസംഷന് ഉപയോഗിക്കുന്ന ബയോളജിക്കൽ ഡ്രഗ്സും കെമിക്കൽസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണ്. അതേപോലെ തന്നെ ഡ്രഗ്സ് അല്ലാതെ ഈ മെഡിക്കൽ ഡിവൈസസ്, ട്രഡീഷണൽ ഹെർബൽ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, ഇവരൊക്കെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീൻ്റെ അണ്ടറിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് കംപ്ലൈൻറ്റ്സ് ടു ഇൻ്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ വെൽ ഓർഗനൈസ്ഡ് ആവാനുള്ള കാരണം, റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ ഇടപെടൽ കാരണമാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇത്രയും അടിപൊളിയായിട്ട് പോകുന്നത്. സോ ദി റെഗുലേറ്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. Internally, it lies at the interface of drug development, manufacturing, marketing and clinical research. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ, അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു ഡ്രഗ് ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ റിസർച്ചിന് എല്ലാം നമുക്ക് റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ അപ്രൂവൽ വേണം. അപ്പം ഇതിൻ്റെ എല്ലാ ഇടയിലും ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, റെഗുലേറ്ററി അഫയേഴ്സ് ആണ്. ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ എവറി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മെഡിസിൻ ആൻഡ് ഇൻ പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വിത്ത് ഓതറൈസ്ഡ് മെഡിക്കൽ പ്രോഡക്ട്സ്. ഇപ്പോൾ റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡ്രഗ് അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രഗ് വരുന്ന സമയത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജിലും റെഗുലേറ്ററി അഫയേഴ്സിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്.
അതേപോലെ തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് വരെ മാത്രമല്ല നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അറിയാലോ, നമുക്ക് ക്ലിനിക്കൽ റിസർച്ചും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. സോ പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും റെഗുലേറ്ററി അഫയേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പം മൊത്തം പറഞ്ഞാൽ ഒരു ഡ്രഗ് കണ്ടുപിടിച്ച് അത് മാർക്കറ്റിൽ ഇറങ്ങി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരെ റെഗുലേറ്ററി അഫയേഴ്സിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു ഡ്രഗിൻ്റെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് തൊട്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വരെ റെഗുലേറ്ററി അഫയേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ അതാണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് എന്താണ് റെഗുലേറ്ററി അഫയേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. റെഗുലേറ്ററി അഫയേഴ്സ് ഇൻ ദി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എയിം അറ്റ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ഹെൽത്ത്. People and government spend money on drugs because of the role they can play in saving lives, restoring health, preventing diseases and stopping epidemics. But in order to do so, drugs must be safe, effective and of good quality. And the main objectives are protection of human health, ensuring safety, efficacy and quality of drugs, ensuring appropriateness and accuracy of product information. അപ്പോൾ എന്താണ് മെയിൻ എയിം? റെഗുലേറ്ററി അഫയേഴ്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പീപ്പിൾസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സിന്റെ മേലെ നമ്മൾ മണി സ്പെൻഡ് ചെയ്യും അല്ലേ? എത്ര വേണേലും. അപ്പം നമ്മൾ എന്തൊക്കെ അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നാൽ നമ്മളത് ട്രീറ്റ് ചെയ്താൽ മതിയാവുള്ളൂ. ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ പൈസ ചിലവാക്കിക്കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ ഡ്രഗ്സ് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് കാര്യമില്ല. ആ ഡ്രഗ്സിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വേണം, സേഫ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം അല്ലേ? അതേപോലെ തന്നെ വേറെ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരാനും പാടില്ല. സോ നമുക്ക് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും എപ്പിഡമിക്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനും അതേപോലെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രഗ്സിനെ വിശ്വസിച്ച് നമ്മൾ ഡ്രഗ്സിന് വേണ്ടി ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് റെഗുലേറ്ററി അഫയേഴ്സ് ഈ പുറത്തിറങ്ങുന്ന ഡ്രഗ്സിനല്ല അതിൻ്റെതായ ക്വാളിറ്റി, സേഫ്റ്റി, എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. സോ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഹ്യൂമൻ ഹെൽത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ക്വാളിറ്റി ഓഫ് ഡ്രഗ്സ്, എഫിക്കസി ഓഫ് ഡ്രഗ്സ്, സേഫ്റ്റി ഓഫ് ഡ്രഗ്സ് ഒക്കെ എൻഷുർ ചെയ്യുക. അതേപോലെ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് അക്യുറേറ്റ് ആയിട്ടുണ്ടോ, അതേപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഒരു പ്രൊഡക്റ്റിന് മേലെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇത്രയാണ് റെഗുലേറ്ററി അഫയേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. സോ അടുത്ത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്നുള്ളത് നോക്കാം. In 1950s, multiple tragedies, that is sulfanilamide elixir, vaccine tragedy and thalidomide tragedy have resulted in substantial increases of legislation for drug product quality, safety and efficacy. അതായത് 1950s ഒക്കെ മുന്നേ റെഗുലേറ്ററി അഫയേഴ്സും അതേപോലെ റെഗുലേഷൻസ് ഒക്കെ വളരെ വീക്കായിരുന്നു. ആ സമയത്താണ് മൾട്ടിപ്പിൾ ട്രാജഡീസ് ആയിട്ടുള്ള സൾഫാനിലമൈഡ് എലിക്സർ, വാക്സിൻ ട്രാജഡി, താലിഡോമൈഡ് ട്രാജഡി ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാജഡികൾക്ക് ശേഷമാണ് നമ്മൾ കുറെ കൂടി റെഗുലേഷൻസും ലെജിസ്ലേഷൻസും ഒക്കെ കൊണ്ടുവന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രഗ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1950s ശേഷം ഈ ട്രാജഡികൾക്ക് ശേഷമാണ് നമ്മൾ റെഗുലേഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കി വന്നത്. ആൻഡ് ദി ഡ്രഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ വാസ് വെരി പ്രിമിറ്റീവ് സ്റ്റേജ് ടിൽ 20th century. മോസ്റ്റ് ഓഫ് ദി ഡ്രഗ്സ് വർ ഇമ്പോർട്ടഡ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഏകദേശം ഒരു 20th centuryയിലൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡ്രഗ് ഇൻഡസ്ട്രി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള ഡ്രഗ് ഇൻഡസ്ട്രി ആയിരുന്നു ഒരു 20th century ഒക്കെ വരെ. ആ സമയത്തൊക്കെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ മോസ്റ്റ് ഓഫ് ദി ഡ്രഗ്സും ഇമ്പോർട്ട് ചെയ്തിരുന്നത്. സോ ഗവൺമെന്റ് പാസ്ഡ് ദി പോയ്സൺ ആക്ട് in 1990 to check and hold the control on cheap drugs available in market. 1990-ലാണ് പോയ്സൺ ആക്ട് കൊണ്ടുവരുന്നത് ഗവൺമെന്റ്. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ഡ്രഗ്സിന്റെ ഒക്കെ കൺട്രോളും അത് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോയ്സൺ ആക്ട് കൊണ്ടുവന്നത്. ആൻഡ് ദി പോയ്സൺ ആക്ട് വാസ് ഫോളോഡ് ബൈ ദി ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് in 1930, which includes the regulation of
കൾട്ടിവേഷൻ, മാനുഫാക്ചറിങ്, പൊസഷൻ ആൻഡ് ട്രേഡ് ഓഫ് ഓപ്പിയം. അങ്ങനെ പോയ്സൺ ആക്ടിന് ശേഷം 1930 ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് വന്നു. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒപ്പിയത്തിൻ്റെ ട്രേഡും പൊസിഷനും മാനുഫാക്ചറിങ് കൾട്ടിവേഷനും ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേഷനും കൂടി ഡേഞ്ചറസ് ഡ്രഗ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി വരുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ 1950സിനൊക്കെ മുന്നേ റെഗുലേഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ക്ലിനിക്കൽ ട്രയൽസും എല്ലാം വീക്കാണ്. ആ സമയത്ത് അതുകൊണ്ടാണ് ക്ലിനിക്കൽ ട്രയലൊക്കെ വീക്കായത് കൊണ്ടാണ് ഈ താലിഡോമൈഡ് ട്രാജഡി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. ഈ ലിംബ് ഡിസ്ഫോർമുലേഷനൊക്കെ വന്ന് ഡിസ്ഫോമിറ്റീസ് ഒക്കെ ചെറിയ പിള്ളേർക്കൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ റെഗുലേഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. റെഗുലേറ്ററി അഫയേഴ്സ് കൊണ്ടുവരുന്നതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ വക കേസുകളാണ്. അപ്പം അതിൽ മെയിനായിട്ട് കൊണ്ടുവന്നതാണ് പോയ്സൺ ആക്ട്, പിന്നെ ഡേഞ്ചറസ് ഡ്രഗ് ആക്ട്, ഇതൊക്കെ.